कौन रे कुत्ते, सेतु को हाथ लगाने वाला? दम होता आजा, माँ का दूध पिएला, ऐसा कोई है? आजा। സാറേ, ഒരുപാട് നേരമായിരുന്നു ആലോചിക്കുന്നല്ലോ. എവിടെ പോവാനാ? കാവാലം. ഉറങ്ങിക്കോ, ഞാൻ വിളിക്കാം. എന്റെ കർത്താവേ, ഇത് എന്നെ ഇടപാടാ. ഇന്നലത്തെ പോലെ ബോട്ട് ഇന്നും വൈകി എത്തുള്ളൂന്നാ തോന്നുന്നേ. എന്റെ കാര്യം കുഴഞ്ഞത് തന്നെ. എന്താ അന്തപ്പായി? കൈനടി അവറാച്ചൻ. കൈനടി അവറാച്ചൻ? അവറാച്ചന്റെ സ്വഭാവം അറിയാൻ മേല. രാവിലെ ചായ പിടിക്കാൻ തുറന്നിട്ട് ഒറ്റ ഇരിപ്പാ, പച്ചക്കറി നോക്കി. എന്നാ നോട്ടവാ. പടവലങ്ങാക്ക് നീളം പോരാ, വെള്ളരിക്കായ്ക്ക് മുഴുപ്പ് പോരാ, മുരിങ്ങയ്ക്ക ഉണങ്ങിപ്പോയി, തക്കാളി ചീഞ്ഞു പോയി. ഞാൻ എന്നാ ചെയ്യാനാ? ബോട്ടുകാര് സമയത്തിന് കൊണ്ടുവന്നെങ്കിലല്ലേ നേരത്തെ കാലത്തെ അവറാച്ചൻ എത്തിക്കാൻ പറ്റൂ. ഈ പണി ഞാൻ എന്നേ വേണ്ടെന്ന് വെച്ചതാ. വൈകുന്നേരം പെമ്പിള വീട്ടിൽ കയറ്റത്തില്ല. അതെന്താ അന്തപ്പായി? അവക്ക് കൈനടി അവറാച്ചന്റെ പലഹാരമായി ഇഷ്ടം. എന്റെ കർത്താവേ, നോഹയുടെ പെട്ടകം എത്തിയല്ലോ. സമയത്തിന് ഒരു വിലയില്ലേ? എന്നതാ ഇത്? സുവാസത്തിന് പോകാന്ന് ഒന്ന് വേഗം അടുപ്പിക്കേ. എന്റെ കർത്താവേ, കഞ്ഞൂടി മുട്ടിക്കുന്ന വരവാണല്ലോ ഇത്. ഉച്ചപ്പണിയും കഴിഞ്ഞ് ഉണ്ണാൻ നേരമായല്ലോ. ഇപ്പോഴാണോ പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്നേ? വിട്ടെ. തനിക്ക് സാധനം കടം തരുന്നതും പോരാ, എന്നെ ഭരിക്കാൻ വരുന്നു. എന്റെ പൊന്നു മുതലാളി, ഒന്നും തോന്നരുത്. കൈനടി അവറാച്ചന്റെ കാര്യം ഓർത്ത് പറഞ്ഞു പോയതാ. സാധനം തായേ. എടുക്ക്. പടവലങ്ങ എടുത്തോ. പടവലങ്ങ ഈ കൊലോടെ മതി. അപ്പൊ മറ്റേ കൊലയോ? എടുത്തോണ്ട് പോടോ. പിന്നെ കാശ് രാവിലത്തെ ട്രിപ്പിന് എനിക്ക് എത്തിച്ചേക്കണം. രാവിലെ എത്തിച്ചേക്കാം. കൊണ്ടുപോയി. കാശില്ലാതെ കച്ചവടം ചൊട്ടാൻ ഇറങ്ങിയിരിക്കുന്നു. സാറേ, കാവാലം ചെട്ടിയായി, ഇറങ്ങ. എന്താ പോയി? കാശ് രാവിലെ എത്തിക്കണം. കാശ്? കുമാരൻ മാഷ്. അതെ സേതു, വരൂ. എവിടുന്നാണോ എന്തോ പല വരത്തിനുമായിരിക്കും. അപ്പൊ യാത്രയൊക്കെ സുഖമായിരുന്നു മാഷെ. 3 ദിവസം അടുപ്പിച്ചല്ലേ? അതെ. ഇപ്പൊ ആലപ്പുഴ വരെ ട്രെയിൻ ഉണ്ടല്ലോ. ഞാൻ എറണാകുളത്ത് ഇറങ്ങി. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ. അപ്പൊ കോയിനെ മോഷ്ടിച്ചതോ? അത് കൊലയായാലോ? അതാ വരുന്നു ഉടങ്കൊല്ലി. മാസ്റ്റർ താര പുതിയ ആള്. ഇത് നമ്മുടെ ഒരാളാ. അതെയോ? എങ്കിൽ പിന്നെ പറ്റിയെടുത്തോളാം. അത് വേണോ പരമു? മാസ്റ്ററെ കണ്ടാൽ അറിയ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരികയാണെന്ന്. ഞാൻ ഇതെടുത്ത അദ്ദേഹത്തിനോട് സഹായമായി. മനസ്സറിഞ്ഞ് വല്ലതും തന്ന എനിക്കൊരു ഉപകാരമായി. അത് ഇങ്ങോട്ടെടുത്താൽ. നീ ഈ പൈസയൊക്കെ എന്ത് ചെയ്യാടാ പരമു? പൈസയോ? എന്റെ കയ്യിലോ? എന്നാ പിന്നെ എനിക്കൊരു ഉടുപ്പ് വാങ്ങിയിട്ടൂടെ? ഇതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് മാഷെ. എനിക്കൊരു തള്ളുള്ള വിവരം മാഷിക്കറിയാലോ. അതിന് 3 നേരം ഞണ്ണാൻ വകണ്ടാക്കാനുള്ള പാട് എനിക്കല്ല അറിയുള്ളൂ. അതൊരു തള്ളയാണെങ്കിലും ഒരു എരുമനെ പൂരുന്ന ചെലവാണ്. കറവല്ലതാനും. നിർത്ത്. നിന്റെ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കാലം മുതലേ എനിക്കറിയാം. എന്നാ പിന്നെ എന്നെ പ്രസവിക്കുന്നതിന് മുമ്പത്തെ കഥ മാസം ഒന്ന് പറഞ്ഞാട്ടെ. എടുക്കും സേതു പെട്ടി. അയ്യോ, ഞാൻ എടുത്തോളാം. ഒരു ജന്മം തന്നെ. ഈ പെട്ടിയും ബാഗും ഒക്കെ ചുമന്നുണ്ടെന്ന കേട്ടോ മാഷെ? 2 ഉണ്ട് കാര്യം. കൂലി ഇദ്ദേഹം തരും, പിന്നെ ഈ കടുങ്കാപ്പി ഒരു ബോണസും. മാഷ് ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ഒറ്റയ്ക്കല്ല, കുറെ പുസ്തകങ്ങളും ഉണ്ട് കൂട്ടിന്. എനിക്കൊരാൾക്ക് താമസിക്കാൻ ആ ഒരു മുറി മതി. ബാക്കിയുള്ള സ്ഥലം ഞാൻ ഒരു ലൈബ്രറി ആക്കി. പിന്നെ പെട്ടിയിലൊരു താമ്രപത്രം കിടപ്പുണ്ട്. അതൊരു കാലം. ഇപ്പൊ മാസം കുറച്ച് പെൻഷൻ കിട്ടും.
എന്റെ ഒന്നും കാലത്ത് ഒരു സ്വാതന്ത്ര്യ സമരം വീണ് കിട്ടുന്നില്ലല്ലോ. താമ്രപത്രത്തിനാണോ? പത്രമൊക്കെ ആർക്ക് വേണം? അത് ദിവസവും വായിക്കണല്ലേ, ഒരു പെൻഷൻ കിട്ടുമല്ലോ. അമ്മയുടെ ഒക്കത്തിരിക്കുന്ന പ്രായത്തിലാണ് സേതുവിനെ ഞാൻ അവസാനമായി കണ്ടത്. അച്ഛന്റെ ജഡം ഏറ്റുവാങ്ങാൻ വന്നപ്പോ. അന്നൊക്കെ ജയിലിലും ലോക്കപ്പിലും കിടന്ന ഒരാൾ മരിച്ചാൽ ആര് ചോദിക്കാനാ? പരമേശ്വരൻ പിള്ളയുടെ അതേ ഛായ തന്നെ തനിക്കും, പക്ഷേ നിറം ഇത്ര വരില്ല. വെറുതെ അല്ല മാസ്റ്റർ പറഞ്ഞത് നമ്മളെ സ്വന്തം ആളാണെന്ന്. അത്രയ്ക്ക് അടുപ്പുണ്ട്. കുറച്ച് ദിവസത്തെ താമസേ ഉള്ളൂവെങ്കിൽ സേതുവിന് ഇവിടെ കൂടാമായി. അതല്ല മാഷെ, പഞ്ചാബിലേക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. ലഹളയിൽപ്പെട്ട് വീടും കടയും ഒക്കെ കത്തി നശിച്ചു. ഉള്ളതും കൊണ്ട് മടങ്ങും മുമ്പാണ് മാസ്റ്റർ എഴുതിയത്. സ്ഥിരമായി താമസിക്കാൻ ഒരു കൊച്ചു വീട് വേണം, വാടക. ഈ ഗ്രാമത്തില് വീട് വാടകയ്ക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ് സേതു. വീട് കിട്ടും, വാടക എന്ത് കൊടുക്കും? വീടിനനുസരിച്ച് കൊടുക്കാം. എവിടെയാ പരമു വാടകയ്ക്ക് വീട് കിട്ടുക? വാടക ഉറപ്പാണെങ്കിൽ ഈ പരമു വിചാരിച്ച വീട് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കും. എന്തൊരു ഭാരം, പുറത്തോട്ട് കിട്ടുന്നില്ല. 3 നേരം ഇരുന്ന് തിന്ന് കൊഴുത്തിട്ട് പോയാലാണ്. അയ്യോ, എവിടേക്കാണ് നീ എന്നെ കൊണ്ടുപോണേ? എന്താണ് നീ എരിമ മേയ്ക്കാൻ പറയും? ഞാൻ എരിമയാ. അയ്യോ, ഇവിടേക്ക് എന്നെ കൊണ്ടുപോണേ. എടാ, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിടന്നാ മതിയുടെ മോനെ. അയ്യ, തള്ളി ടെറസ് ബംഗ്ലാവിലെ കിടക്കുള്ളൂ. പിന്നെ ഈ കൂരന്റെ ഉള്ളിൽ 2 കല്ല് കൂട്ടിയാലും കഞ്ഞി തിളക്കും, അത്രയും മതി. മോനെ, ഓ എന്റെ പൊന്നു പരമേ, എന്തോ നീ എന്നും ഇങ്ങനെ നിന്നാ മതിയോ കുട്ട? നിനക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? മോനെ, നീ ഒരു കല്യാണം കഴിക്കണ പൊന്നു പരമേ. ഞാനോ? പിന്നെ എന്നിട്ടോ? എടാ, നീ ഒരു കല്യാണം കഴിക്കണ മോനെ. എടാ, നീ ഒരു കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ ഈ കൂരയിലേക്കാടാ കൊണ്ടുവരണേ. ഞാൻ കേട്ടെ. ആ കെട്ടട മോനെ. കെട്ടിട്ട് ഇപ്പൊ ആരാ ചെറിയ കൊടുക്കുക? നിങ്ങൾ നായരോ? ഇതിനു വേണ്ടി വെള്ളം വെച്ചിട്ട് നിങ്ങൾ ഇല്ല, എപ്പ വെക്കാൻ പോവാ? വെക്കണ്ട, ഇതിന് വെക്കണ്ട, ഇക്കാലത്തിന് വെക്കണ്ട, ഈ വെക്കണ്ട. 16 കൊല്ലായി നിങ്ങൾ ഇതും പറഞ്ഞ പറ്റിക്കുന്നത്. എടാ മോനെ, ഈ വയസ്സുകാലത്ത് നീ എന്നോട് ചെയ്യണടാ. നിന്നെ 10 മാസം ചോന്ന് വെച്ച അമ്മയാടാ ഞാൻ. അതെ, ആ ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ അവിടുന്ന് എന്നോ അടിച്ചിറക്കി വിടേണ്ടതാണ് ഞാൻ. എന്റെ മൈതാന മനസ്സിനോട് ഞാൻ അത് ചെയ്തില്ല. പിന്നെ വാടക ഇനത്തിൽ മാസം 100 റുപ്യാണ് കിട്ടാൻ പോകുന്നത്. ടെറസ് ബംഗ്ലാവിന്റെ മോഹം കൊണ്ട് ഇതെങ്ങാനും ഇടങ്കോലിട്ടാൽ തള്ള ചത്താ ഞാൻ കർമ്മം ചെയ്യൂല. ശവം ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടേ കീറാനും മുറിക്കാനും ഇട്ട് കൊടുക്കും. ഒരു ശവത്തിന് 100 റുപ്യ കിട്ടും. അയ്യോ വേണ്ട മോനെ, എന്റെ പൊന്നു ദൈവങ്ങളെ, അവൻ ഈ സന്ധ്യ സമയത്തല്ല എന്നോട് ഇത് പറയുന്നത്. അടാ പരമ മോനെ. പരമേ, എല്ലാം റെഡിയാക്കിയ ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് കയറിയാട്ടെ. എടാ പരമേ, നീ എന്താണ് അമ്മയ്ക്ക് വിരോധമായിട്ട് ചെയ്യണേ? അമ്മേ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് അവര് തരില്ലേ? എന്താ പരമു അഡ്വാൻസിന്റെ കാര്യം? എത്രയാ വേണ്ടത്? അതിപ്പോ ഒരു 3 മാസമെങ്കിലും വേണം. ഇതിപ്പോ അഡ്വാൻസ് ആയി, ഇനി ബ്രോക്കറേജ്. ബ്രോക്കറേജാ? അതെ, ഇതിപ്പോ ടൗണിലാണെങ്കിൽ 1 മാസത്തെ വാടകയാണ് ബ്രോക്കറേജ്. നമ്മൾ തമ്മിലായതുകൊണ്ട് പകുതി മതി. ഇത് ഞാൻ വെറുതെ പറയല്ല, മാഷോട് വെച്ച് നോക്കൂ, അങ്ങനെ നടപ്പില്ലേന്ന്. അതൊക്കെ നടപ്പുണ്ട്, പക്ഷെ ഇത് പരമുന്റെ വീടല്ലേ മാഷെ. പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. ബ്രോക്കറേജിന്റെ കാര്യത്തിൽ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. ഞാൻ ഈ കണ്ടോന്നല്ല കാര്യം, അമ്മയുടെ മുമ്പിൽ ഇല വിറക്കും പോലെ വിറക്കും ഞാൻ. ഇനി അത് വേണ്ട, ഞാൻ എടുത്തു വെച്ചോളാം. അതിന് പ്രത്യേക കൂലിയൊന്നും വേണ്ടാന്ന്, ഒരു മനുഷ്യത്വ. അയ്യോ, അത് വേണ്ടമേ, ഞാൻ എടുത്തു വെച്ചോളാം. ഇതുപോലെ അറിയിപ്പോലെ ഞാൻ. അമ്മ മരിച്ചിട്ടും 6 കൊല്ലം കൂടി ഞാൻ തറവാട്ടിൽ നിന്നു മാഷെ. പിന്നെ അതിൽ കൂടുതൽ സഹിക്കാൻ വയ്യാതായി നാട് വിട്ടു. മരിക്കുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞിരുന്നു, എല്ലാ വഴിയും മുട്ടിയാൽ മാഷ വന്ന് കാണാൻ. നാട് വിട്ടപ്പോ എന്തേ നേരെ ഇങ്ങോട്ട് വന്നില്ല? അന്ന് എവിടെയെങ്കിലും ആവുന്നത്ര ദൂരം പോയി രക്ഷപ്പെടണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജീവിതം അത്രയ്ക്ക് മടുത്തിരുന്നു മാഷെ. എന്നിട്ട് അവിടെ നിന്നും തോറ്റു മടങ്ങേണ്ടി വന്നു. സേതു, ആരും ഒന്നിൽ നിന്നും രക്ഷപ്പെടാറില്ലടോ, അവനവനെ നിന്നു പോലും. അന്തപ്പായി കച്ചവടം കഴിഞ്ഞ് മടങ്ങുക. ഈ പാട്ടും വീറുമെല്ലാം പടിവാതിൽ വരെ കാണും. കെട്ടിയോളെ കണ്ടാൽ ഫ്യൂസ് ഊരിയ പോലെയാണ്. ഞാൻ വരട്ടെ സേതു.
വർത്താനം പറഞ്ഞു പറഞ്ഞ് നേരെ ഒരുപാടായി. ആ പോയിക്കോ പോയിക്കോ. ലോകത്തിൽ പല പല ഉള്ളൊരു ദേശമതേ ദേശമതേ മോനെ സേതു, നീ എവിടെ എന്തെടുക്കാ മോനെ? വേണ്ട മോനെ, ഒരു തുമ്പി പിടിക്കാൻ പോലും അമ്മ സമ്മതിക്കില്ല. അതിനെ ഉപദ്രവിക്കല്ലേ, അത് നിന്നെ പോലെ ഒരു ജീവിയല്ലേ മോനെ, അതിന് നോവില്ലേ? You bastard! നമസ്കാരം. പഞ്ചാബിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നെന്ന് കുമാരൻ മാഷ് പറഞ്ഞിരുന്നു. എന്നാൽ ഹസ്തരേഖാജ്ഞാനം കൂടി ഉണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. സേതുമാധവ കുറുപ്പിനെ എന്നെ മനസ്സിലായില്ല അല്ലേ? ഭാർഗവൻ പിള്ള, മെമ്പർ ഭാർഗവൻ പിള്ള എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. പഞ്ചായത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കയറി വന്നു, മെമ്പറായി. ജനസേവനത്തിന് പറ്റിയാലെന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് പിന്മാറി. പക്ഷേ ആ പേരുദോഷം മാറി. ഇങ്ങോട്ടിരിക്കാം. താമസത്തിന്റെ കാര്യം ശരിയായി. ഇനി ഒരു തൊഴിൽ അല്ലേ? കുമാരൻ മാഷ് പറഞ്ഞായിരുന്നു. അറിയാവുന്ന തൊഴിൽ ഹോട്ടൽ ബിസിനസ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ. വിടണ്ട. പിന്നെ പഞ്ചാബിലെ പോലെ വലിയ കച്ചവടമൊന്നും ഇവിടെ കിട്ടത്തില്ല. കൊലപാതകങ്ങളും കുറവാ. നിരാശപ്പെടണ്ട. ഈ കരയില് ഇപ്പൊ ഒരൊറ്റ ചായക്കട പോലും. അയ്യപ്പൻ പിള്ളേരുടെ ഒരു കടയുണ്ടായിരുന്നു. കഴിഞ്ഞ വിളക്കിന് മരിച്ചു പോയതാ, മടങ്ങി വന്നിട്ടില്ല. പുലി പിടിച്ചതാണെന്ന് ഒരു ശ്രുതി. അതല്ല, ആ പേരിൽ മുങ്ങിയതാണെന്ന് വേറൊരു ശ്രുതി. അതെന്താ? പെമ്മക്കരട്ടല്ലേ അയ്യപ്പൻ പിള്ളക്ക്. മുങ്ങാതെ തരവുണ്ടോ? ആ കടയിപ്പം പൂട്ടിക്കിടക്കും. ചായക്കടയുടെ സകല സാമഗ്രികളും അവിടെയുണ്ട്. വല്ലതും കൊടുത്താൽ അതിങ്ങോട്ട് എടുക്കാം. അവർക്കൊരു സഹായമാവും. എന്താ? ഭാർഗവൻ പിള്ള ചേട്ടന് ഇഷ്ടം? വെറും ഭാർഗവൻ പിള്ളയല്ല, മെമ്പർ ഭാർഗവൻ പിള്ള.